മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കരുണ മോഹിനിയോട് പറയുന്നുണ്ട് ഉണ്ണിയേട്ടനും പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതെന്താ പതിവില്ലാത്ത പോലെ ഇപ്പം എല്ലാവരും പ്രേതത്തെ കാണുന്നുണ്ടല്ലോ. കരുണ പറയുന്നുണ്ട്, ആലിൽ തറച്ച പ്രേതം ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നുണ്ടാണെന്നല്ലോ പറയുന്നത്. ഞാനിന്ന് ഒരുപാട് തവണ മോളുടെ ചേച്ചിയെ വിളിച്ചിരുന്നു, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ കരുണ മനസ്സിൽ പറയുന്നുണ്ട്, മരിച്ചവരെങ്ങനെയാണ് ഫോൺ എടുക്കുന്നത്. മോഹിനി ചോദിക്കുന്നുണ്ട്, മോളെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മേ എന്ന് കരുണ പറയുന്നു. മോഹിനി പറയുന്നുണ്ട്, എൻ്റെ കൂടെ മോള് കിടക്കുമ്പോൾ ഒരു പ്രേതവും മോളെ തേടി വരില്ല എന്നും മാത്രമല്ല വയറ്റിനുള്ളൊരു കുഞ്ഞുള്ളപ്പോൾ മോൾ ഒരു ഭയപ്പെടാനും പാടില്ല എന്നും മോഹിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരുണയ്ക്ക്. കരുണ പറയുന്നുണ്ട്, അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണേ. അപ്പോൾ മോഹിനി പറയുന്നു, മോൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതിയെന്ന്, പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. കരുണ പറയുന്നു, അമ്മ ഒരു ശബ്ദം കേട്ടില്ലേ? അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ആ ശബ്ദം എപ്പോഴും ഉള്ളതാണ്. ഇനി നമ്മൾ ഓരോ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്നത് മനസ്സിനുള്ളിൽ നമുക്ക് ഭയമുള്ളത് കൊണ്ടാണ് മോളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയുടെ ബന്ധുവല്ലേ ആത്മഹത്യ ചെയ്തുവെന്നും മോള് പറഞ്ഞത്, അവരെന്തിനാ നമ്മളെ ശല്യം ചെയ്യുന്നത്? കരുണ പറയുന്നുണ്ട്, എങ്കിലും ഞാനിപ്പോൾ ആ കുടുംബത്തിലൊരു അംഗമല്ലേ അമ്മയെന്ന്. മോഹിനി പറയുന്നുണ്ട്, മോള് പ്രാർത്ഥിച്ചിട്ട് കിടന്നു, ഒരു കുഴപ്പവും പറ്റില്ല എന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ മോഹിനിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ആ സമയം മോഹിനി മനസ്സിൽ പറയുകയാണ് കരുണയെ മുഖത്ത് നോക്കിയിട്ട്, നിന്റെ ചേച്ചി നിന്നെ മാത്രം ശല്യം ചെയ്യാത്തത് നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണെന്നും അതിലുപരി അനിയത്തി എന്ന രീതിയിൽ ഉള്ളിനുള്ളിൽ അവൾക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണെന്നും മനസ്സിൽ വിചാരിക്കുകയാണ്ടോ മോഹിനി. പിന്നീട് മേഘനാഥൻ്റെ മുറിയിലേക്ക് വാമദേവനും സീമന്തിനിയും വന്ന് വാതിലെല്ലാം തട്ടുന്നു. തുറക്കാൻ ഭയന്ന് മഞ്ജുവിനെ വിളിച്ചു നിർത്തുന്നുണ്ട് മേഘനാഥൻ. പേടിത്തൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു വന്ന് ഡോറെല്ലാം തുറക്കുന്നു. അപ്പോൾ സീമന്തിനിയും വാമദേവനും പറയുന്നു, മോനെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ എന്ന് പറയുന്നുണ്ട്. കരുണയെ വീട്ടിലാക്കിയിട്ട് കമലേശ്വരത്തേക്ക് തിരിച്ചു വരുന്ന ഉണ്ണിയെയും ആ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു ഭയന്ന് വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞു എന്ന് കേട്ടപ്പോൾ മേഘനാഥൻ ഞെട്ടുകയാണ്. മേഘനാഥൻ പറയുന്നു, ഇപ്പോൾ ഞങ്ങൾ 3 പേരും അവളെ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് അച്ഛനും അമ്മയും വളരെയേറെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങരുത്, ജനലും വാതിലെല്ലാം നന്നായിട്ട് അടച്ചിട്ട് വേണം കിടക്കാനെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറത്തൊരു ശബ്ദം കേട്ടാൽ പോലും തുറന്നു നോക്കാൻ നിൽക്കണ്ട, അവൾ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടെന്ന് മേഘനാഥൻ അച്ഛനോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന സീമന്തിനിയും വാമനും കൂടെ ഒന്ന് ഭയക്കുന്നുണ്ട്. പിന്നീട് കണ്ണനും അതുപോലെ അനന്തവും മഹാലക്ഷ്മിയെ കണ്ണൻ്റെ അരിയിലെത്തിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി കണ്ണനോട് ഉണ്ണിയെ ഭയപ്പെടുത്തിയത് പറഞ്ഞ് വളരെയേറെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, ഇവിടെ സമാധാനിപ്പിക്കാനായിട്ട് ആ പ്രതാപനും അവരുടെ അമ്മയും കൂടെ ഇങ്ങോട്ട് വന്നില്ലേ, ഇനി അവരെയും കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് സമാധാനപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതാപനെയും അമ്മയെയും നല്ല രീതിയിൽ തന്നെ പലതരം സൗണ്ടുകളും തട്ടലും മുട്ടലോടുകൂടി തന്നെ മാർക്കോ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ കാണാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ മുറിയുടെ ഡോറുകൾ നല്ല രീതിയിൽ തന്നെ തട്ടുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. മഹാലക്ഷ്മിയും കണ്ണനും നല്ല രീതിയിൽ ഭയക്കുന്നുമുണ്ട്. എന്താണ് മഹാലക്ഷ്മി കണ്ട കാഴ്ചയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ. വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.